ആപ്പിൾ ടി വി പ്ലസിലൂടെ ഇന്ന് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ഗോസ്റ്റഡ്. ആന ഡി ആർമസും ക്രിസ് ഇവാൻസും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഒരു സ്പൈ ത്രില്ലർ മൂവിയാണെന്ന് പറയും. ഒരു സ്പൈ ഏജൻറ്റ് അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള ആന ഡി ആർമസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ക്രിസ് ഇവാൻസിൻ്റെ ക്യാരക്ടറായിട്ട് ലിങ്ക് ആവുന്നത്, അവർ തമ്മിലുള്ള നടത്തുന്ന കുറേ അഡ്വഞ്ചേഴ്സ്, അവർ നോർമൽ ഒരു പാവപ്പെട്ട ഒരു ബോയ് ഫ്രണ്ട് ഇത്തരത്തിലുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അസാസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും കൂടി ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമാവുന്നതും തുടർന്ന് നടക്കുന്ന അഡ്വഞ്ചേഴ്സൊക്കെ കാണിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു ഗോസ്റ്റഡ് എന്ന സിനിമ. ഈ ലോകത്തുള്ള പരമാവധി എല്ലാ സ്പൈ ത്രില്ലർ സിനിമകളുടെയും കഥ അതേപടി അച്ചടിച്ച് വെച്ചൊരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഒരു ബോറൻ പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഇത്തരത്തിൽ ഒരു 10-30 വർഷം പഴക്കമുള്ളൊരു കഥ അത് അതേപടി തന്നെ സിനിമയിൽ കാണിക്കുന്നു. എല്ലാം തുടക്കം മുതൽ അവസാനം വരെ എല്ലാം പ്രഡിക്റ്റബിളാണ്, എല്ലാം ലിനിയറാണ്. ഓരോ സീൻ ബൈ സീൻ നമുക്കറിയാം. നമ്മൾ സ്പൈ ത്രില്ലർ സിനിമകൾ കാണുന്ന എല്ലാവരും കണ്ടിട്ടുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ നിന്ന് റിപ്പീറ്റ് അടിച്ചും വരുന്നത്. എന്നാൽ പോട്ടെ, ഇതിൽ ഇത്ര നല്ല കാസ്റ്റ് ഉണ്ട്, കാസ്റ്റ് വാല്യൂ ഉണ്ട്. ആന ഡി ആർമസും ക്രിസ് ഇവാൻസൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർക്ക് പോലും അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ സിനിമയിൽ അവർ അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. വളരെ പൂറായിട്ടുള്ള ആക്ടിങ്, വളരെ മോശപ്പെട്ടു. ഒരുമാതിരി നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയുള്ള ആക്ടിങ്ങും നാടകീയ ഡയലോഗുകളൊക്കെയാണ് സിനിമയിലുള്ളത്. വളരെ മോശപ്പെട്ട സിനിമയായിട്ടാണ് എനിക്കതുകൊണ്ട് തന്നെ ഈ സിനിമ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു വളരെ മോശം ഡയറക്ഷൻ, മോശം ആക്ടിങ്, ഇത്ര നല്ല കാസ്റ്റിനെ കിട്ടിയിട്ട് അത് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര മോശമായിട്ട് ഇതിനു മുമ്പ് ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് കണ്ടിട്ടുമില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഇനിയൊരു പക്ഷേ ഒരു സ്പൂഫ് പടമായിട്ടാണ് ഇവർ ഉദ്ദേശിച്ചതാണെന്ന് പോലും അറിയില്ല. കാരണം എല്ലാ സ്പൈ ത്രില്ലർ സിനിമകളിലും ഒരു സ്പൂഫായിട്ട് വേണമെങ്കിൽ ഈ സിനിമയെ കണക്കാക്കാൻ സാധിക്കും. സിനിമയിൽ ഈ ട്രെയിലർ കണ്ടിട്ട് ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആക്ഷൻ കോമഡി എന്ന രീതിക്കായിരിക്കും ഞാൻ അപ്രോച്ച് ചെയ്തത്. കോമഡി ഇല്ല, ഇതേപോലെ ആക്ടിങ് മോശമാണ്, എന്നാൽ ഡയറക്ഷൻ മോശമാണ്, എല്ലാം മോശമാണ്, കഥയുമില്ല. എന്നാൽ കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസുകളെങ്കിലും കാണാമെന്ന് വെച്ചപ്പോൾ അതുമില്ല. ആ ഒരു പാകിസ്ഥാനിലുള്ള ഒരു ബസ്സിലുള്ള ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് മാത്രമാണ് കുറച്ചെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും നല്ലതെന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം തന്നെ ടെംപ്ലേറ്റ് സാധനം. ഓരോ സീൻ ബൈ സീൻ അവിടുത്തെ ഇപ്പോൾ ആര് ഗണ്ണെടുത്ത് വെടിവെക്കും എന്നുള്ള കാര്യങ്ങളടക്കം നമുക്കറിയുന്ന ഒരു 10-50 വർഷം പഴക്കമുള്ള ഒരു കഥയും കഥാപശ്ചാത്തലവും എല്ലാം അടങ്ങുന്ന ഇത്രയും കാലത്തെ സ്പൈ ത്രില്ലർ സിനിമകളെല്ലാം കണ്ടിട്ടുള്ള ഒരു ഡയറക്ടർ വെറുതെ എടുത്തു വെച്ച കുറേ പൈസ ചിലവാക്കിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. തിയേറ്ററിലൊക്കെ ഇറക്കാണ്ടിരുന്ന് നന്നായി, വെറുതെ നമ്മുടെ പൈസ കളഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ ആപ്പിൾ ടി വി പ്ലസിലാണ്, ആപ്പിൾ ടി വി ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. സിനിമയിൽ ആന ഡി ആർമസും ക്രിസ് ഇവാൻസും കൂടാതെ ആന്റണി മക്കിയും ജോൺ ഷോയും സെബാസ്റ്റ്യൻ സ്റ്റാനും ഈവൻ റയാൻ റെനോൾഡ്സിനെ അടക്കം ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ല, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ആ ഒരു ബുള്ളറ്റ് ട്രെയിനിലൊക്കെ ഈ റയാൻ റെനോൾഡ്സ് വന്ന സീക്വൻസൊക്കെ അടിപൊളിയായിരുന്നു. ഇത്തരത്തിൽ കുറേ ക്യാമിയോസൊക്കെ ഉണ്ടായിരുന്നു. ഡെഡ്പൂളിൽ ബ്രാഡ് പിറ്റ് വന്നപ്പോൾ രസമുണ്ടായിരുന്നു. ഇതിൽ ഇത്രയും പേര് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഇല്ല, ഇവർക്ക് തന്നെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഒന്നുമില്ലാത്ത ഒരു വേസ്റ്റ് ഓഫ് ടൈം പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൺ റിസ്കിൽ വേണമെങ്കിൽ കണ്ടുനോക്കാം. വേറൊരു പടം കാണാനില്ലെങ്കിൽ എല്ലാ ആക്ഷൻ ത്രില്ലർ, സ്പൈ ത്രില്ലർ, ആക്ഷൻ കോമഡി ജോണറിലുള്ള സിനിമകളും കണ്ടു കഴിഞ്ഞ് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സിനിമ ആപ്പിൾ ടി വി പ്ലസിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.